നേന്ത്രപ്പഴം വെച്ച് നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്നത് പോലെ പൈനാപ്പിൾ വെച്ച് നമുക്കൊരു പൈനാപ്പിൾ പൊരി ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി നന്നായിട്ട് പഴുത്ത ഒരു പൈനാപ്പിൾ തൊലിയെല്ലാം ചെത്തി കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 1.5 കപ്പ് മൈദാമാവ്, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, പിന്നെ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് ഉപ്പ്, 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, ഇവയെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് പഴംപൊരിക്കൊക്കെ തയ്യാറാക്കി എടുക്കുന്ന ബാറ്ററില്ലേ, അതുപോലെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ലൂസാക്കി എടുക്കുക. വളരെ ലൂസാക്കി എടുക്കണ്ട കേട്ടോ, ചെറിയ ഒരു കട്ടി വേണം. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ബാറ്ററി ഇരിക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച പൈനാപ്പിൾ കഷ്ണം ഓരോന്നും ഇതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് നിരത്തി കൊടുക്കുക കേട്ടോ. ഒരു 4 എണ്ണമൊക്കെ വെച്ചാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തത്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് നന്നായിട്ട് മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണമേ. രണ്ട് പുറവും ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് മൊരിയിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഗോൾഡൻ കളർ ആകുന്നത് വരെ നല്ല ഇതുപോലെ തന്നെ മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ പൈനാപ്പിൾ പൊരി നന്നായിട്ടൊരു ഗോൾഡൻ കളറായി നന്നായിട്ടൊന്ന് മീതെ പുറമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ സമയം നമുക്ക് ഈ പാനിൽ നിന്നും നമുക്ക് ഒരു കണ്ണാപ്പ് കൊണ്ട് ഇതുപോലെ ഒന്ന് കോരി ചരിച്ച് പിടിക്കാം കേട്ടോ. അതിൻ്റെ എണ്ണയെല്ലാം വാർന്നു പോയതിന് ശേഷം നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാവേ. അപ്പോൾ ഇതാ നമ്മുടെ ആദ്യത്തെ ബാച്ച് ഞാൻ കോരി പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് പൊരിച്ചെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പൈനാപ്പിൾ പൊരിയാണിത്. എത്ര കഴിച്ചാലും മതി വരില്ല കേട്ടോ. നമ്മുടെ പഴംപൊരി പോലെയല്ല കേട്ടോ ഇത്. ഉള്ളു നല്ല ജ്യൂസിയാണ്. പൈനാപ്പിൾ അല്ലേ, ചൂടാകുമ്പോൾ അത് വെന്ത് കിട്ടുമ്പോൾ നല്ല ജ്യൂസി ആയിരിക്കും. നമ്മൾ കടിച്ച് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ വായിൽ നിന്ന് തേന് പോലെ ഇറ്റ് വീഴും, അത്രയ്ക്ക് ജ്യൂസിയാണ്. പിന്നെ മീതി നല്ല ക്രിസ്പിയുമാണ് കേട്ടോ. എത്ര നേരം വേണമെങ്കിലും ക്രിസ്പിനെസ് ആയിട്ടിരുന്നു കൊള്ളും. അപ്പോൾ എന്താ ഇതിൻ്റെ ക്രിസ്പിനെസ് കേൾപ്പിച്ചു തരാം, കേട്ടില്ലേ? നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല ജ്യൂസിയുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ചൂട് ചായയോടൊപ്പം ചൂടോട് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എന്താ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ, കണ്ടില്ലേ? ഉള്ളിൽ നല്ല ജ്യൂസിയാണ് കേട്ടോ. കഴിച്ചപ്പോൾ ഒരു രക്ഷയുമില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പഴംപൊരി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കുന്നത് പോലെ നിങ്ങൾ ഇതുപോലെ ഒന്ന് പൈനാപ്പിൾ കിട്ടുന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ പൊരി ഒന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.